ഒരു ക്ലബ്ബ് പല താരങ്ങളുടെയും ഐഡന്റിറ്റിയായി മാറുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചില താരങ്ങൾ ഒരു ക്ലബിന്റെ ഐഡന്റിറ്റിയായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഇതിഹാസങ്ങൾക്ക് മാത്രം സാധിക്കുന്നതാണ്. ഇപ്പം ഇന്റർ മിയാമി എന്ന് പറയുമ്പം ലയണൽ മെസ്സി, അൽ നസർ എന്ന് പറയുമ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ, എന്ന് പറയുമ്പോൾ വെക്കാമെന്ന് വരില്ലേ. അതുപോട്ടെ, ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുമ്പോൾ സുനിൽ ഛേത്രി എന്ന താരം ബംഗളൂരു എഫ് സി എന്ന ക്ലബിന്റെ പ്രതീകമായി മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതാണ്. 2013 ബംഗളൂരു എഫ് സി രൂപീകരിക്കുന്ന സമയം മുതൽ തന്നെ സുനിൽ ഛേത്രി അവരുടെ താരമാണ്. ആ നീണ്ട 13 വർഷ കാലയളവിനുള്ളിൽ ഇപ്പോഴും അദ്ദേഹം ക്ലബ് വിട്ടുപോവുകയില്ല. വരാൻ പോകുന്ന ഒരു വർഷത്തേക്ക് കൂടി ബംഗളൂരു എഫ് സിയും സുനിൽ ഛേത്രിയും തമ്മിൽ ഉള്ള കരാർ പുതുക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് 7 കിരീടങ്ങൾ ബംഗളൂരുവിനൊപ്പം നേരാൻ സുനിൽ ഛേത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഫെഡറേഷൻ കപ്പ്, 2 ഐ ലീഗ്, ഒരു ISL, ഒരു ഡ്യൂറന്റ് കപ്പ്, പിന്നെ ഒരു സൂപ്പർ കപ്പ്. ഇത്രയും കിരീടങ്ങൾ അദ്ദേഹം ബംഗളൂരു എഫ് സിക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. മോഹൻ ബഗാന് വേണ്ടിയിട്ടൊക്കെ സുനിൽ ഛേത്രി കളിച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ബംഗളൂരു എഫ് സി എന്ന് പറഞ്ഞാൽ അത് സുനിൽ ഛേത്രി ആണ്. നമ്മൾ ആ ഒരു വാക്കൗട്ട് പ്രൊട്ടസ്റ്റിന്റെ പേരിൽ പലപ്പോഴും സുനിൽ ഛേത്രിയെ വിമർശിച്ചിട്ടുണ്ട്. കുളയട്ട പോലെ കടിച്ചു മുങ്ങി കിടക്കുന്നവനെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലബിന്റെ സിംബലായി മാറാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നീണ്ട 20 വർഷത്തോളം കാലം ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നുണ്ട്. കറന്റ്ലി ഇന്ത്യൻ ഫുട്ബോളിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആണ്. എങ്ങനെയൊക്കെ നോക്കിയാലും കുറ്റം പറയാൻ എടുത്ത് കാരണങ്ങൾ നിരത്തി നോക്കിയാൽ പോലും സുനിൽ ഛേത്രി എന്ന ഇതിഹാസത്തിന്റെ സ്റ്റാറ്റുകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇനിയും കമ്പഗൌഡയിലെ കഴുകന്മാരുടെ ചിറകിന് കരുത്ത് നൽകുവാൻ, അല്ലെങ്കിൽ അവരുടെ കൊക്കിന് മൂർച്ച നൽകുവാൻ സുനിൽ ഛേത്രി അവിടെ ഉണ്ടായിരിക്കും.